ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഹോണ്ട സിവിക്കാണ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ കുറേ സിവിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ പലതും പല ലെവലിലുള്ള മോഡിഫിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്ലീൻ മോഡിഫിക്കേഷൻ ആണെന്ന് പറയാം. അപ്പോൾ സിവിക്കിൻ്റെ ഓണേഴ്സിനൊക്കെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കാണിച്ചാൽ, നിങ്ങളെ വണ്ടി ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു നോർമൽ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും ഈ വണ്ടി റെഫർ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് എടുക്കാവുന്നതാണെന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2010 മോഡൽ ഹോണ്ട സിവിക്കാണ്. നമ്മൾ ബാക്കിൽ എടുക്കേണ്ട ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ വരുന്ന ഒരു ഹോണ്ട സിവിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണേണ്ട ആൾക്കാരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. ഇപ്പം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി 2010 മോഡൽ ഹോണ്ട സിവിക്കാണ്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് പറഞ്ഞാൽ ആ ഒരു കളർ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. നമ്മൾ പല ആൾക്കാരും സിവിക്കിൽ വരുമ്പോൾ നമുക്ക് പല ടൈപ്പ് കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വൈറ്റ് കളറിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൻ്റെ രസം വേറെ തന്നെയാണെന്ന് പറയാം. എന്നുവെച്ചാൽ പല കളറും നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള കുറേ കളേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളർ സിവിക്കിൽ എടുത്ത് വരാവുന്ന കാര്യം തന്നെയാണ്. ഭയങ്കര ഹൈലൈറ്റിംഗ് ആണെന്ന് പറയാം. ഭയങ്കര ഒരു പ്രസൻസ് ഒക്കെ തരുന്ന കളറാണ് ഈ വൈറ്റും ബ്ലാക്കും കൂടി വരുമ്പോൾ എന്ന് പറയാം. ഇതിൽ കുറേ അങ്ങനത്തെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു നോർമൽ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് അതിൽ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ സീനൊന്നും കാര്യങ്ങളൊന്നും വരില്ല. അതേമാതിരി അതിനുള്ള വൃത്തിയും കാണുന്നുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ ആദ്യം തന്നെ ഇതിലെടുത്ത വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ബമ്പർ നമുക്ക് മ്യൂഗണ്ട അല്ല ടൈപ്പാറിൽ വരുന്ന ആ രീതിയിൽ വരുന്ന ടൈപ്പാറാണെന്ന് നമുക്ക് തോന്നുന്നത്. ടൈപ്പാറിൽ വരുന്ന ബമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സിവിക്കിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ ബമ്പർ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതാകുമ്പോൾ ഒരു ഒതുക്കം ഉള്ള ഒരു ബമ്പറായിട്ട് യൂസ് ചെയ്യാം. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി ഒരു മോഡിഫൈഡ് എന്ന് തോന്നിക്കുമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഇതാകുമ്പോൾ വലിയ MVD സീനും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് വരില്ല. കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹുഡ് കാർബൺ ഫൈബർ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റിക്കർ വർക്കാണ്, ഡിപ്പ് ചെയ്തിട്ടില്ല, സ്റ്റിക്കറായിട്ട് കൊടുത്തിട്ടുള്ള സംഭവം വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ഫെൻഡേഴ്സിൻ്റെ കളറാണ്. കാരണം ഇത് നമ്മൾക്ക് ബ്ലാക്ക് സ്റ്റിക്കറിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ് കേട്ടോ. ഈ ഫെൻഡേഴ്സ് രണ്ട് ഫ്രണ്ടിലെ രണ്ട് സൈഡിലെ ഫെൻഡേഴ്സ് നമുക്ക് ബ്ലാക്കിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് പ്രൊജക്ടർ അതിൻ്റെ ആലോചന കാണാൻ പറ്റും. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ല, ഇത് DRL വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ ഇവിടെ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സിവിക്കിൽ കാണുന്ന ഒരു ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. താഴോട്ട് വരാണെങ്കിൽ ഇതിൽ നമുക്കൊരു ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ ഒരു ചെറിയൊരു ലൈറ്റും കൂടിയും കൊടുത്ത് കാണാൻ പറ്റും. ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. താഴെ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലാഷർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പല കളറിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് അത് പല മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഹോണ്ടയുടെ ലോഗോ മാറ്റി അത് നമുക്ക് സ്റ്റിക്കർ വർക്കിൽ നമുക്ക് റെഡ് കളറിലായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ലോവറിങ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ രീതിയിലുള്ള ലോവറിങ് വണ്ടി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ നമ്മളെ റോഡിനൊക്കെ ആപ്റ്റാവേണ്ട രീതിയിലുള്ള ലോവറിങ് ഈ വണ്ടി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ കംഫർട്ടായിട്ട് ഓടാൻ പറ്റിയ രീതിയിലാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഓവർ ലോവേഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന സംഭവമാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് നോർമൽ രീതിയിലുള്ള സംഭവങ്ങളെ കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. സൈഡ് ഫെൻഡേഴ്സിലായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഡുവൽ ടോൺ ഫിനിഷിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു പ്രസൻസ് നൽകേണ്ട കാര്യമാണ് കേട്ടോ. ഈ ഇത് വണ്ടിയുടെ ബ്യൂട്ടീനെ എൻ്റയർലി ഡിഫറെൻ്റ് ആക്കേണ്ട ഒരു സംഭവമാണ്. ജസ്റ്റ് നമുക്ക് ഫെൻഡർ ഇപ്പോൾ വൈറ്റ് വണ്ടികൾക്കൊക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ സംഭവം. കാരണം നമുക്ക് നിങ്ങൾ ഏത് വണ്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഫെൻഡറിൽ ജസ്റ്റ് ഒന്ന് ഇതേമാതിരി ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ലുക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയി മാറുമെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴല്ല, പിന്നെ ചെയ്യാം. ഇനി വീൽസിലോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളതിൻ്റെ ടയേഴ്സാണ്. ലോ പ്രൊഫൈൽ ടയേഴ്സാണ്. അത് 225/40 GR 18 ഇഞ്ച് ഇത് വരുന്ന ടയേഴ്സാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ലോ പ്രൊഫൈലാണ്. അതേപോലെ തന്നെ വീൽസിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് വീൽസാണ്. ആ വീൽസ് ഭയങ്കര ലുക്കാണ് ഈ വണ്ടിയിൽ. ഭയങ്കര മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വീൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ GTR എന്നുള്ള ബ്രാൻഡിങ് വെറുതെ കൊടുത്തതാണ്. അതല്ല, ബ്രാൻഡ് ഇത് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല ഈ ഒരു വീലിൻ്റെ. എന്തായാലും നല്ല അടിപൊളി കിടന്ന ലുക്കുള്ളൊരു വീലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൻ്റെ താഴായിട്ട് നമുക്ക് റബ്ബർ ലിപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടു പോയതാണ്. ഈ സൈഡ് മിറേഴ്സിലായിട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് മിററാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് കാർബൺ ഫൈബർ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും സ്പൂൺ മിററാണ് കൊടുക്കാറ്, പക്ഷേ ഇതിൽ സ്റ്റോക്ക് തന്നെ വന്നിട്ടുള്ളത്. സ്റ്റോക്കിൽ ഭയങ്കര രസമുണ്ടെന്ന് പറയും ഈ ഒരു വർക്ക് ചെയ്തത്. ഈ വർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത് രസമായിട്ട് വരുന്നത് ഈ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ സ്പൂൺ മിററിനെക്കാട്ടിയൊക്കെ എനിക്ക് എത്രയോ നല്ലതായിട്ട് തോന്നി ഈ ഒരു സംഭവം തന്നെ കേട്ടോ. ഈ മിറർ ഈ വണ്ടിയിൽ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഈ ഒരു ടൈപ്പറിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ കൂടി വന്നതോട് കൂടി തന്നെ ഈ ഒരു
സൈഡ് മിററിനാണ് നല്ലതെന്ന് തോന്നി. പക്ഷേ നല്ലൊരു രസം തോന്നിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ സൈഡ് സ്കേർട്ട് ഇതിൽ വരുന്ന യൂണിസെൽ സ്കേർട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു സംഭവം കൂടി കാണാൻ പറ്റും. അത് കിറ്റിൽ വരുന്നതാണെന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ ഈ ഒരു സംഭവം. അതേപോലെ തന്നെ ഇത് റൂഫിലോട്ട് വരികയാണെങ്കിൽ റൂഫ് നമുക്ക് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കംപ്ലീറ്റ്ലി നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമാണ് ഈ വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ റിയറിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 225, 40 or 18 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്കറിയാം റിയറിലും ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് സിവിക്കിന് വരുന്നത് അറിയാം. അതേപോലെ ആ വീലിൻ്റെ ആ ഒരു പ്രസൻസ് വേറെ തന്നെയാണെന്ന് പറയാം. അത് ഭയങ്കര ഒരു രസമായിട്ട് കാണാൻ സംഭവം. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഇത് ചെറുതായിട്ട് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫ്രണ്ട് ഗ്ലാസ് ടിൻറ്റ് ചെയ്യാതെ ബാക്ക് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ചെറുതായിട്ട് ടിൻറ്റ് ചെയ്തു, ബാക്ക് ഗ്ലാസ് അത്യാവശ്യം കുറച്ച് ഡാർക്കിൽ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ വണ്ടിയുടെ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓണർ ഇൻസ്റ്റാ ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി റിയറിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഒരു ടിൻറ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞു ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് ഔട്ട് ഫീൽ വരുന്നുണ്ട്. യൂണിവേഴ്സൽ സ്പോയിലറാണ് വന്നിട്ടുള്ളത്. അതൊരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഫീലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. റിയറിലേക്ക് വരികയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ്ലി LED വരുന്ന ടൈലൈറ്റാണ്. അത് കംപ്ലീറ്റ് റെഡ് ഫീലാണ് വരുന്നുണ്ട്. അതിൽ വേറെ കളേഴ്സ് ഒന്നും വരുന്നില്ല, റെഡ് ആയിട്ടാണ് ആ സംഭവം കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത്. അത് വണ്ടിയുടെ ബാക്ക് ബ്യൂട്ടി എൻ്റർലി ഡിഫറെൻ്റ് ആക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ റിയറിൽ വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചെറിയ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള കിറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും ആ ഒരു രസം കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ബ്യൂട്ടി വേറെ തന്നെ പറയാം. സെൻട്രലായിട്ട് വരാൻ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഫ്ലാഷ് ചെയ്യേണ്ട രീതിയിലാണ് ഈ ഒരു റിയറിലെ ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു നമ്പർ പ്ലേറ്റും രസമുണ്ട്. കാരണം വെച്ചാൽ F1 നമ്പർ പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജെൽ ടൈപ്പാണ്. അതിൽ നമുക്ക് ഹോണ്ട, മ്യൂഗൻ, RR എന്നൊക്കെ ഉള്ള ആ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും പറയേണ്ട കാര്യം തന്നെയാണ്. അത് പിന്നെ അതേമാതിരി ഈ ലോഗോ നോക്കുകയാണെങ്കിൽ റെഡിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് കളറിലായിട്ട് കൺവേർട്ട് ചെയ്താണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയറിലായിട്ട് വരികയാണെങ്കിൽ ഇൻറ്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണെന്ന് പറയാം. അപ്പോൾ അല്ലാതെ നോക്കണമെങ്കിൽ കീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. സിവിക്കിൻ്റെ അറിയാം. പിന്നെ സ്പോർട്ടി ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് വരുന്നത് അറിയാം. അപ്പോൾ അത് തന്നെ ഇൻറ്റീരിയറിൽ ഹൈലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻസ് ഈ പവർ വിൻഡോൻ്റെ അതേ ഡോർ അൺലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാർബൺ ഫൈബർ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീരിങ് നമുക്ക് ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാർബൺ ഫൈബർ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹോണ്ടയുടെ ലോഗോ ഇത് ഫുള്ള് റെഡാക്കി മാറ്റിയിട്ടുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ലോഗും ഫ്രണ്ടിലെയും ബാക്കിലെയും ഇൻറ്റീരിയറിലും ലോഗോ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലായിട്ട് മാറ്റിയതാണ് സംഭവം. റെഡ് കളർത്തെ ആ ഒരു പാറ്റേണിൽ വരുന്ന നമുക്ക് ഇതിലേക്ക് മാറ്റിയതാണ്. പിന്നെ അറിയാം സിവിക്കിൻ്റെ ക്ലസ്റ്റർ അറിയാം. ഇവിടെ RPM ഗേജും അതേമാതിരി മേലെ സ്പീഡോമീറ്റർ വരുന്നത് ആ ഒരു സ്പോർട്ടി വരുന്ന ഇൻറ്റീരിയറാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വാൽവട്രോണിക്കിൻ്റെ ഓണും ഓഫും വന്നിട്ടുള്ളത്. എക്സോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാൽവട്രോണിക് സിസ്റ്റം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് പിന്നെ ഗിയർ നോബ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞൻ ഗിയർ നോബാണ്. അപ്പോൾ അതിൽ നമുക്ക് കാർബൺ ഫൈബർ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്കിൽ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ പെഡൽസിലായിട്ട് വരികയാണെങ്കിൽ ആ സ്പോർട്ടിയായിട്ടുള്ള പെഡൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ആ സ്റ്റീൽ ഫിനിഷിങ് വരുന്ന സിവിക്കിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള പെഡൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ അതേമാതിരി ക്ലസ്റ്ററിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തന്നു. ഇങ്ങനെ ഇതിൻ്റെ ക്ലസ്റ്റേഴ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലാഷർ നമുക്ക് അഡീഷണൽ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഓണും ഓഫൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു കണക്ഷൻ എന്നാണ് നമുക്ക് എടുക്കുക കേട്ടോ ഇതിൻ്റെ വയറിങ്. ഇനി റിയറിലായിട്ട് വരികയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയും കാർബൺ ഫൈബർ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ അതേമാതിരി ചാനൽ മാറ്റാനുള്ള മോഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ എടുത്തു വരുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഓണറെ പരിചയപ്പെടാം. ഇതാണ് ഈ വണ്ടിയുടെ ഓണർ. നിങ്ങളുടെ പേര്? ജുനൈദ്. സ്ഥലം ഇവിടെ ഒഴിയൂർ തിരൂർ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ വണ്ടി ഇപ്പോൾ സെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൾക്കാർ ഇപ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നോർമൽ മോഡിഫിക്കേഷൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ 120 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ പ്രോപ്പർ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2010 വന്നിട്ടുള്ളത്. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ മോഡിഫിക്കേഷൻസ് തന്നെയാണ്. കാരണം വെച്ചാൽ ഓവർ എക്സ്ട്രീം മോഡിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഫാമിലി യൂസിന് പറ്റിയ മോഡിഫൈഡ് വണ്ടിയാണിത്. നമുക്ക് എക്സോസ്റ്റ് വരുന്നുണ്ട്. അത് വാൽവട്രോണിക് ഫുൾ സിസ്റ്റം ഒന്നല്ല, സൗണ്ടിന് പിന്നെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയോ പിന്നെ മേജർ റീപ്ലേസോ കാര്യങ്ങളോ സംഭവമൊന്നും വരുന്നില്ല.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബ്രോൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ. ഒരു ഞാൻ പറഞ്ഞു ഇതൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മോഡിഫൈഡ് വണ്ടി, ഒരു ഫാമിലി കാറായിട്ടും മോഡിഫൈഡ് വണ്ടിയായിട്ട് രണ്ടും കൂടി ആക്കി ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാർക്ക്. കാരണം വെച്ചാൽ ഇത് ലോവറിങ് പോലും എക്സ്ട്രീം ലോവറിങ് അല്ല വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ റോഡിനൊക്കെ ആപ്റ്റ് ആവേണ്ട രീതിയിലുള്ള ലോവറിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊണ്ടെടുക്കാനും വലിയ പാടൊന്നും വണ്ടി വരുന്നില്ല. പിന്നെ മൈലേജും അത്യാവശ്യം മൈലേജ് 16+ എന്തായാലും കിട്ടുന്നുണ്ട് അല്ലേ. അത് വലിയ കാര്യം തന്നെയാണ് സംഭവം. 16 മേലെ മൈലേജ് കിട്ടി പറഞ്ഞാല് ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. വിത്തൗട്ട് എക്സോസ്റ്റിലാണ് കേട്ടോ. എക്സോസ്റ്റ് കൂടുമ്പോൾ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മളെ ത്രോട്ടിലൊക്കെ മാറ്റം വരുന്നുണ്ട്. യൂസിനനുസരിച്ചാണ്. നമ്മളൊരു നോർമൽ രീതിയിൽ വണ്ടി കൊണ്ടെടുക്കണം, അത്യാവശ്യം നല്ല മൈലേജ് വണ്ടി തരുന്നുണ്ട്. അങ്ങനെ അലമ്പ് രീതിയിൽ യൂസ് ചെയ്യണ ഒരു വണ്ടിയല്ല. അല്ല ഇത് അങ്ങനെ മുന്നത്തെ ഓണർ യൂസ് ചെയ്തിട്ടില്ല, അത് കറണ്ട് ഫ്രണ്ടാണ്. നമ്മളൊരു കമ്പത്തിന് എടുത്തതാണ്. അപ്പോൾ യൂസിങ് കുറവാണ്, അത് കാരണം കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ബ്രോൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര കാലം നമുക്ക് ഈ ഒരു ഹോണ്ട സിവിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഞാനിപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കാണിച്ചു തന്നു. കാരണം നിങ്ങൾക്ക് ഒരു സിവിക്ക് വാങ്ങിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണ് തീർച്ചയായും ഈ വാഹനം എന്താ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറയാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങളൊരു സിവിക്കിന് ഓണറാണെങ്കിൽ ഇതേപോലത്തെ നീറ്റ് ആൻഡ് ക്ലീൻ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ നിന്ന് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു സ്ഥലം കിടലും വേണ്ടിയിട്ടും വരാം. അതുവരേക്കും ബൈ ബൈ.